ഇല്ല കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി പലിശക്കാരുടെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് ഉദയഭാനു അവരോട് താണ് കേണ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ദിവസം കൂടെ സാവകാശം തരണം, ഞാൻ എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ശ്രീദേവിയുടെ വരവ്. ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മരോട് ആഹാ കല്യാണപ്പെണ്ണ് വന്നല്ലോ എന്ന് പറയണം. ഇനിയിപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്ന് പറയാ. ഈ സമയം ശ്രീദേവി എന്നിട്ട് ശ്രീകലയുടെ അമ്മാവനോട് പറഞ്ഞു, അമ്മാവനും ഇതിനൊപ്പം കൂട്ടുന്നല്ലോ എന്ന് പറയണം. ഞങ്ങളുടെ അവസ്ഥ അമ്മാവൻ അറിയാവുന്നല്ലേ, എന്നിട്ട് എന്തിനാ അമ്മാവൻ ഇവരോടൊപ്പം കൂട്ടുന്നതെന്ന് ചോദിക്കാം. അത് മോളെ, എന്റെ വീടിന്റെ ആധാരം കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും പണയം വെച്ചിരിക്കുന്നത് അതെനിക്ക് എടുത്തു കിട്ടണമെന്ന് പറയണം. അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരടി പിന്നോട്ട് മാറില്ല എന്ന് പറയാം. അമ്മാവൻ അറിയാലോ ഈ വീട്ടിലെ ഗതി അവസ്ഥയൊക്കെ എന്താന്നുണ്ടെ. ഈ കല്യാണം നടത്തുന്ന പോലും അതുപോലൊരു അവസ്ഥയിലാന്ന് പറയാം. ഇത് കേട്ടോ രമേശൻ പറഞ്ഞു, വെറുതെ തള്ളു പറയല്ലേ കൊച്ചായി, കല്യാണത്തിന് ഹൽദി മെഹന്തി എന്ന് വേണ്ട 3 ദിവസത്തെ പ്രോഗ്രാമാ. അപ്പൊ അതിന് ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ട്. അതിന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണത്തിക്കൂട്ട് ഞങ്ങളുടെ പൈസ എങ്കെടുത്തുന്ന ഞങ്ങൾ അങ്ങോട്ട് ഡീസന്റ് ആയിട്ട് പൊയ്ക്കോളാം, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്ര. ഈ കല്യാണം പോലും അവരുടെ ഔദാര്യമാണ്. അവര് നടത്തുന്ന കല്യാണം എന്ന് പറയാം. ദേ ഞങ്ങളെ വെറുതെ പറ്റിക്കാൻ നോക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ എന്ന് പറയാ. ശ്രീദേവി കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ, എന്തിനാ ഞാൻ കള്ളത്തരം പറയണേ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഇവിടുന്ന് പോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കിയാ കൂടിയെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ കൂടുതലൊന്നും പറയാനില്ല. മുടക്കാനാ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ മുടക്കിക്കോ, ഞാനിപ്പോ എന്ത് പറയാനാന്ന് ചോദിക്കുക. കല്യാണം മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അമ്മാവൻ പറഞ്ഞു, മോളെ ഞങ്ങൾ ഇവിടുന്ന് പോണെങ്കിൽ പൈസ കിട്ടാതെ പോകത്തില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ ഇവിടെ നിന്നു, അല്ലാതെ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. കല്യാണമാ, ഒരു പെണ്ണിന്റെ ജീവിതമാ. ആ പെണ്ണിന്റെ ഭാവി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാക്കി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം. ഈ സമയം ഒരുത്തൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തരണ്ടേന്ന് ചോദിക്കാണ്. പൈസ തരില്ല എന്ന് പറഞ്ഞില്ലോ, തരാന്ന് പറയണം. എന്താ മോള് തരുമെന്ന് ചോദിക്കാം. ഞാൻ തരാം, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ നിങ്ങളോടൊന്ന് ക്ഷമിക്കാൻ പറയണം. അവസാനം അവന്മാര് പോവാ. ശരി ശരി, കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങോട്ടൊരു വരും, ആ സമയത്ത് പൈസ തന്നില്ലെങ്കിലാ എന്ന് പറയണം. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉദയവാൻ ചോദിച്ചു, മോളെ ഇനി കല്യാണം കഴിഞ്ഞുമ്പോ എങ്ങനെ പൈസ കൊടുക്കുമെന്ന് ഓർത്തണ്ട. നോക്കാച്ചാ ഇവിടം വരെ എത്തിയില്ല കാര്യങ്ങള്, ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് കല്യാണം നടക്കട്ടെ, അതല്ലേ ആവശ്യം എന്ന് പറയാണ്. പിന്നീട് പല്ലവി സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സേതുവിനോട് എന്നിട്ട് പറഞ്ഞു, അതെ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായാലും നിൽക്കാം, ഒട്ടുമിക്കാലും കഴിഞ്ഞു, നല്ല ഗംഭീരമായിട്ട് തന്നെ വേണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, അത് ശരിയാ, ഗംഭീരമായിട്ടൊക്കെ തന്നെ നടത്തിയിരിക്കുന്നേ. അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റും നമുക്കല്ലേന്ന് ചോദിക്കുക. അതെങ്ങനെ നമുക്കാവും, ഫുൾ ക്രെഡിറ്റ് നമുക്കാവുന്ന എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. അതിനകത്തൊന്നും വലിയ കഥയില്ല, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഈ കല്യാണം ഇത്ര നല്ല മംഗളകരമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ, ആ കേക്ക് തിന്നിട്ട് ആ പൂച്ച ചത്തുപോയി. പക്ഷെ അതുപോലെ ഒരു പ്രശ്നം ഈ തവണ ഉണ്ടാവരുത്, അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇത് നോക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, അത് ശരിയാ, അതൊക്കെ നന്നായിട്ട് എന്തായാലും ഈ തവണ നോക്കിയിട്ടോ ഒക്കെ നടത്തുന്നോളെന്ന് പറയണം. ഒരിടത്തും ഒരു പോരായ്മ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയണം. പിന്നീട് അവിടുത്തെ ഇവന്റ് മാനേജ്മെന്റിന്റെ പെൺകുട്ടി ഗീതു ജ്യൂസൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നത്. ധർമ്മം വന്നിട്ട് പറഞ്ഞു, ആഹാ സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട കഴിയുമ്പോഴത്തേക്കും ഗീതു ഒന്ന് നോക്കി. പിന്നീട് ചോദിച്ചു, സുഖമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, ഞാനല്ലേ അങ്ങോട്ട് സുഖമാണെന്ന് ചോദിച്ചാൽ, പിന്നെ അത് എന്നോട് തിരിച്ചു ചോദിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, സുഖമാണെന്ന് ചോദിച്ചപ്പം തിരിച്ച് അങ്ങോട്ട് സുഖമാണെന്ന് ചോദിച്ചാൽ എന്താ തെറ്റിരിക്കണമെന്ന് ചോദിക്കാം. എനിക്ക് സുഖമാണെന്ന് പറയണം. ആണോ, അല്ല ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളെന്ന് പറയാം. അല്ല പേരെന്താ കുട്ടിയുടെ ചോദിക്കണം. പേരോ, എന്റെ പേരെന്താ എന്തിനാ അറിയുന്നേ. അല്ല അത് പിന്നെ നമ്മൾ പേര് ചുമ്മാ ചോദിക്കൂലോ, അതുകൊണ്ടാന്ന് പറയണം. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയണം. ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു, ആണോ അങ്ങനെയൊക്കെ അറിഞ്ഞോ, അത് എത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ. അല്ല കുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹായിക്കണേ സഹായിക്കാം എന്ന് പറയണം. വേണ്ട, സഹായം ഒന്നും വേണ്ടെന്ന് പറയണം. അതെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, കുറെ പ്രായം ഉണ്ടല്ലോ എന്ന് പറയണേ. എനിക്കാ, പിന്നെ ഇവിടുത്തെ ആനന്ദിന്റെ ആര്യന്റെ ഒക്കെ മാമനല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ധർമ്മന് എന്ത് ചെയ്യണം നടത്തില്ല. ധർമ്മം പറഞ്ഞു, അത് പിന്നെ എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ലെന്നേ, ഞാൻ ചെറിയ പ്രായം എപ്പോഴും, കല്യാണപ്രായം അങ്ങ് കഴിഞ്ഞെന്നുള്ളൂ. കല്യാണപ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ കല്യാണപ്രായം കഴിഞ്ഞോന്ന് എന്ന് പറഞ്ഞ് ഗീത അങ്ങോട്ട് പോകണം. ധർമ്മന് ആകെപ്പാടൊരു ചമ്മല് തോന്നി, എങ്ങനെ അടുക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലേക്ക് വന്നിരുന്നേ. ആ സമയം ജീന എന്ത് ചെയ്യുക, അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് എന്നിട്ട് മഞ്ഞളിനകത്തേക്ക് ആ മഞ്ഞള്
കലക്കി വെച്ചതിനകത്തേക്ക് ആ കെമിക്കൽ ഡൈല്യൂട്ട് ചെയ്യുവാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാ, ആ മഞ്ഞളിനകത്തേക്ക് ഞാൻ ആ കെമിക്കൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, എല്ലാം ഓക്കെ ആണല്ലോ, ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്ന് പറയണം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്പസമയത്തിന് ശേഷം കാണാം, നമുക്ക് പൊള്ളി വെന്തിവിടെ ഇരിക്കുന്ന കാഴ്ച കാണാം. ഒരിക്കലും ഈ കല്യാണം നടക്കില്ല, അതല്ലേ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയണം. ശരി, ആ സമയത്ത് ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാന്നൊക്കെ പറയണം. പക്ഷെ ഇവളിങ്ങനെ ഈ കലക്കുന്ന കാഴ്ച ഇത് സേതു കണ്ടു. സേതു കാണാൻ സേതു കണ്ടത് വേറൊന്നും കൊണ്ടല്ല, സേതു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട്, ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അതിന്റെ മാനേജറുടെ ക്യാബിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ആ ഓഡിറ്റോറിയത്തിന്റെ. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ 4 മണി എന്നല്ലേ പറഞ്ഞേ, നാളെ 4 മണിയാകുമ്പത്തേനും ഞാൻ ഈ ഹാളെല്ലാം ഒഴിവാക്കി എല്ലാം ക്ലീൻ ചെയ്ത് തന്നേക്കാട്ടോ എന്ന് പറയണം. എന്നാ ശരി സേതുവേട്ട, അങ്ങനെ ആട്ടെ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് സേതു തിരിയുന്ന സമയത്താണ് അവൻ മഞ്ഞളിനകത്തേക്ക് അവൾ അവിടെ നിന്ന് കലക്കുന്നുണ്ട്. അത് CCTV അവിടെ ഉണ്ടായിരുന്നു. CCTVക്കകത്ത് സേതു നോക്കിക്കഴിയുമ്പോഴത്തേനും അപ്രത്യക്ഷമായിട്ട് നോക്കിയതാ. ആ സമയത്ത് ഈ കാഴ്ച കണ്ടേ സേതുവിനൊരു കാര്യം മനസ്സിലായി, മഞ്ഞളിനകത്ത് അവൾ എന്തോ കെമിക്കൽ കലക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ വലിയ ആപത്താണ്, എങ്ങനെയും തടഞ്ഞാൽ മതിയുള്ളൂ. സേതു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. ഈ സമയത്ത് ഓഡിറ്റോറിയത്തില് ഹൽദിക്കുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങാറേ. അങ്ങനെ പല്ലവി എല്ലാവരെയും കൂടെ ക്ഷണിക്കുകയാണ്. ഉദയഭാനിനെയും കുടുംബത്തിനെയും ബാലനെയും ഗോമതിനെയും എല്ലാവരും ക്ഷണിച്ചു. പിന്നീട് പറഞ്ഞു, ബാലന്റെ കുടുംബത്തിനാണ് ആദ്യം ഈ ഹൽദി ചടങ്ങുകൾ തുടങ്ങാനായിട്ട്. ആദ്യം അവരാണ് മഞ്ഞൾ തേക്കുന്നതെന്ന് പറയണം. സഹോദരന്റെ ഭാര്യമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ശ്രീദേവിക്ക് മഞ്ഞൾ ചേർത്ത ചടങ്ങാന്ന് പറയണം. അപ്പോഴേക്കും ജീന എന്ത് ചെയ്യണം, ആ മഞ്ഞളൊക്കെ ഒരു പാത്രത്തിനകത്താക്കിയും കൊണ്ടുവരുവാണ്. അങ്ങനെ മഞ്ഞൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഗോമതി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും ഇതിനെ മഞ്ഞൾ ചാർത്തിക്കോളാൻ പറയണം ആദ്യം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞാനല്ലേ മൂത്ത മരുമോള്, ഞാൻ ചാർത്താന്ന് പറയണം. അത് കേട്ടപ്പോൾ അനുജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, ഈ കുടുംബത്തിലെ മരുമോള് ഞാനാ ചെയ്യേണ്ടതെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കും വന്നു. ആ സമയം മീനാക്ഷിയോട് ഗോമതി ഒരു കാര്യം ചെയ്യുക, മോൾക്ക് അടുത്ത പ്രാവശ്യം 2ാമത് ചാൻസ് തരാം, ഇപ്പൊ അവള് ചാർത്തട്ടെ എന്ന് പറയണം. കാരണം അവിടെ ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് അങ്ങനെ പറയണേ. അങ്ങനെ അനുജ എന്ത് ചെയ്യുവാണ്, മഞ്ഞള് ചാർത്താനായിട്ട് എടുത്തു. അങ്ങനെ ചാർത്താനായിട്ട് എടുക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം ജീന അവിടെ ഉണ്ടായിരുന്നു. ജീന എന്ത് ചെയ്യാണ്, വീഡിയോ കോൾ വിളിച്ചിട്ട് അലോകിനെയും ഇതിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്ര സെക്കൻഡിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും, ഇപ്പൊ തന്നെ മഞ്ഞളെടുത്ത് മുഖത്തൊക്കെ തേക്കും, അവൾ ആകെപ്പാടെ പുള്ളി കിടന്ന് ഓടും, അതൊക്കെ ആ രംഗങ്ങളൊക്കെ കാണാം എന്നുള്ള രീതിയിൽ വീഡിയോ കോൾ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ബാക്കി ആരും ശ്രദ്ധിച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ ചാർത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. സേതു നിർത്താൻ പറയണം. എല്ലാവരും ഓർത്ത് ഇത് എന്താ പറ്റിയെന്ന്. പെട്ടെന്ന് സേതു അങ്ങോട്ട് ഓടിക്കേട്ട് ആ മഞ്ഞളിന്റെ പാത്രം അങ്ങോട്ട് വാങ്ങി, അത് വാങ്ങിയിട്ട് ഒറ്റ ഏറ് കൊടുക്കുവാണ്. എന്താ സേതുവേട്ടാ, സേതുവേണ്ട എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ച് പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ്. ഇതെന്ത് പരിപാടി കാണിച്ചേ? അത് പിന്നെ അതെ, ഞാനേ ഇതിന് വേണ്ടിയിട്ട് കലക്കി വെച്ച മഞ്ഞൾ അത് ആയിരുന്നില്ല, മഞ്ഞൾ പാത്രം മാറിപ്പോയി, അതുകൊണ്ടാ പരിപാടി തടസ്സം നേട്ടി ഖേദിക്കുന്നു. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അടുത്ത മഞ്ഞൾ തയ്യാറാക്കാം, ഗീതു വന്നേ എന്ന് പറയണം. പക്ഷെ കാര്യം കൂടുന്ന ആർക്കും മനസ്സിലായില്ല. ജീനയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. ആ സമയം വീഡിയോ കോളിൽ കൂടെ കണ്ടുകൊണ്ടിരുന്ന മിഥുനും അലോകിനും ഒരു ഞെട്ടലായിരുന്നു. പക്ഷെ നശിപ്പിച്ചെന്നുള്ള രീതിയിൽ കൃത്യസമയത്തിന് അവൻ വന്നു. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങനെ ആ ചടങ്ങുകളൊക്കെ നടന്നേനം, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായനം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നെ. ആ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടെ കാണിക്കണേ? പെട്ടെന്ന് ബാലൻ പറഞ്ഞു, എന്താ സേതു ഇത്? അത് പിന്നെ സാറ് ക്ഷമിക്കണം, ഈ ഒരു വട്ടത്തേക്ക് ഒരു ക്ഷമിക്കണം, ഇപ്പൊ തന്നെ മഞ്ഞൾ കൊണ്ടുവരും, അധികം വൈകാതെ തന്നെ കൊണ്ടുവരാന്ന് പറയാണ്. പിന്നീട് ഗീതുവിനെ വിളിച്ചിട്ട് പോകുന്ന തുടങ്ങുമ്പോഴത്തേനും ജീന അവിടെ നിൽക്കുന്നുണ്ട്. ജീനയുടെ കയ്യേലേക്ക് അവിടെ കയറി പിടിച്ചു. നീയും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണം, നീ ഇവിടെ നിന്നാ എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കാം. ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ജീനനെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നപ്പോഴത്തേനും ഗീതി ചോദിച്ചു, എന്താ എന്താ സേതുവേട്ടാ, എന്താ കാര്യം? എന്താ? നീ കാര്യമൊന്നുമില്ല, നീ എത്രയും പെടുത്ത് പോയി മഞ്ഞൾ വെള്ളം കലക്കാൻ പറയാണ്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും പല്ലവി ഓടി വരികയാണ്. സേതുവേട്ടൻ എന്ത് പരിപാടിയെ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്. പിന്നീട് ജീനോട് എന്നിട്ട് ചോദിച്ചു, സത്യം പറയടി, നീ എന്താ അതിനകത്ത് കലക്കിയെന്ന് ചോദിക്കുക. ഞാനൊന്നും കലക്കില്ല, സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ല, അല്ലെ നിന്നെ ഞാനിവിടെ കൊന്നു വെക്കുമെന്ന് പറയണം. അവസാനം അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അവള് സത്യം പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. നിർത്തുന്നു.